+2 വിദ്യാർത്ഥിനികളെ കാണാതായി. അച്ഛന്റെ പ്രായമുള്ള മലയാള സംവിധായകൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി അശ്വിനി നമ്പ്യാർ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. താനൂരിൽ 2 +2 വിദ്യാർത്ഥിനികളെ കാണാതായതായി പരാതി. താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അശ്വതി, ഫാത്തിമ ഷഹദ എന്നീ വിദ്യാർത്ഥികളെയാണ് കാണാതായത്. ഇന്നലെ പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥിനികൾ സ്കൂളിൽ എത്തിയിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഇവരെ കാണാതായെന്നാണ് വിവരം. ഇരുവരും ഇന്നലെ പരീക്ഷ എഴുതിയിരുന്നില്ല. അച്ഛന്റെ പ്രായമുള്ള മലയാള സംവിധായകൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി അശ്വിനി നമ്പ്യാർ. പുതിയൊരു സിനിമയെപ്പറ്റി ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞാണ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. മുൻപ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചുള്ള പരിചയം കൊണ്ടാണ് വിളിച്ചപ്പോൾ പോയത്. റൂമിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അശ്വിനി നമ്പ്യാർ പറഞ്ഞു. ലണ്ടൻ പോലീസ് നിസ്സംഗരായി നിന്നതിനെ തുടർന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനു നേരെ ആക്രമണ ശ്രമം. ഖാലിസ്ഥാൻവാദികളാണ് ആക്രമിക്കാൻ ഓടിയെടുത്തത്. ജയശങ്കർ കാറിൽ കയറാൻ എത്തിയതോടെ ഇന്ത്യയുടെ ദേശീയ പതാക കീറി പ്രതിഷേധക്കാരിൽ ഒരാൾ പാഞ്ഞ് വരികയായിരുന്നു. ബിജെപിക്കെതിരായ പോരാട്ടത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സമ്മേളന കാലയളവിൽ തന്നെ RSSനാൽ 6 പേർ രക്തസാക്ഷികളായത് മാത്രം മതി ആരാണ് ബിജെപിക്കെതിരെ പോരാടുന്നതെന്ന് മനസ്സിലാക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന സ്വർണം പിടികൂടി. കസ്റ്റംസിന്റെ എയർ ഇന്റലിജൻസ് വിഭാഗം 2 യാത്രക്കാരിൽ നിന്നായി 1,22 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. റിയാദിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലുള്ള യാത്രക്കാരായിരുന്നു സ്വർണവുമായി എത്തിയത്. 1063.37 ഗ്രാം തൂക്കമുള്ള സ്വർണ ക്യാപ്സ്യൂളുകളാണ് കടത്തിയത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് പിന്നാലെ ഇവരുടെ ഫണ്ടുകൾ SDPIയിലൂടെ ചിലവഴിക്കാൻ ശ്രമമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായി SDPI ഓഫീസുകളിൽ ED റെയ്ഡ്. ഡൽഹിയിലെ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തും റെയ്ഡ് നടക്കുന്നുണ്ട്. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് പരിശോധന. കടുവയുടേതെന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കരുവാരക്കുണ്ട് മണിക്കനാമ്പറമ്പിൽ സ്വദേശി ജെറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വനംവകുപ്പിന്റെ പരാതിയിലാണ് കരുവാരക്കുണ്ട് പോലീസ് ജെറിനെതിരെ നടപടിയെടുത്തത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതിയായ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബ് കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്. സനാതനധർമ്മ പരാമർശവുമായി ബന്ധപ്പെട്ട തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ അനുമതിയില്ലാത്ത പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് സുപ്രീം കോടതി. വിവിധ സംസ്ഥാനങ്ങളിലായി ഉദയനിധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേസുകൾ ഒരിടത്തേക്ക് മാറ്റുന്നതിനായുള്ള ഉദയനിധി സ്റ്റാലിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനിടെ ഹമാസിനെതിരെ അന്ത്യശാസനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ഉടൻ കൈമാറണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.